കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നടന്ന ക്രമക്കേടിന്റെ തെളിവുകൾ പുറത്ത്. പൂങ്കുന്നത്തെ ഫ്ളാറ്റിൽ താമസക്കാർ അറിയാതെ ചേർത്തത് 9 വോട്ടുകൾ. ഇവരെ തങ്ങൾക്കറിയില്ലെന്ന് ഫ്ളാറ്റിൽ താമസിക്കുന്ന പ്രസന്ന അശോകൻ പറഞ്ഞു. പൂങ്കുന്നത്തുള്ള ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റ് 2ാം ബ്ലോക്കിലെ 4C ഫ്ളാറ്റിലെ താമസക്കാരിയാണ് പ്രസന്ന അശോകൻ. കഴിഞ്ഞ 4 വർഷമായി ഇവിടെയാണ് പ്രസന്ന അശോകൻ വാടകയ്ക്ക് താമസിക്കുന്നത്. ഇവിടെ താമസിക്കുന്നവരോ ഫ്ളാറ്റ് ഉടമസ്ഥരോ അറിയാത്ത 9 വോട്ടുകളാണ് ഈ ഫ്ളാറ്റിന്റെ വിലാസത്തിൽ ചേർത്തിട്ടുള്ളത്. വോട്ടർമാരെ തങ്ങൾക്കറിയില്ലെന്ന് പ്രസന്ന അശോകൻ പറയുന്നു. അന്ന് പാർട്ടിക്കാരാണ് ഇതിൻ്റെ സൈൻ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ നിങ്ങളുടെ ഫ്ലാറ്റിൽ ഉള്ളവരാണോ, നിങ്ങൾക്ക് അറിയുന്നവരാണോ എന്ന് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അല്ല, അപ്പോൾ ചേച്ചിക്ക് ഒന്ന് ഒപ്പിട്ട് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെപ്പറ്റി പിന്നെ ആരും ഒന്നും വന്നിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. ഹരിശ്രീ സ്കൂളിലോട്ട് നടക്കുമ്പോൾ കള്ളോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ. ഇല്ല 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 എനിക്കറിയില്ല. എസ് സുധീർ, സന്തോഷ് കുമാർ എസ്, സജിത് ബാബു പി, സുകേഷ്, ഹരിദാസൻ, മനീഷ് MS, മുഖാമി അമ്മ, സൽജ കെ, അജയ് കുമാർ എന്നിവരുടെ വോട്ടുകളാണ് ഈ വിലാസത്തിൽ ചേർത്തിരിക്കുന്നത്. വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ഇലക്ഷൻ കമ്മീഷന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നതാണ്. ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ കാണിച്ചിരിക്കുന്ന നിസ്സംഗമായ സമീപനം ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന ഇക്കാര്യത്തിന്റെ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള സമീപനം ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്നില്ല എന്ന് കാണിക്കുന്നതും ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ വിഷയം പുറത്തു വരുമ്പോൾ നിങ്ങൾ മീഡിയ പ്രവർത്തകന്മാർക്ക് 2024 ലോക്സഭാ ഇലക്ഷൻ്റെ വോട്ടർ പട്ടിക നിങ്ങൾക്ക് പരിശോധിക്കണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് പരിശോധിച്ചാൽ സൈറ്റ് ബ്ലോക്കാണ്. എന്താണ് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത്? എൻ്റെ സംഭാഷണം ഇലക്ഷൻ കമ്മീഷൻ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ മറുപടി പറയേണ്ടതാണ്. നഗരത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചും വീട്ടുടമസ്ഥർ അറിയാതെ വിലാസം ഉപയോഗിച്ചും നിരവധി വോട്ടർമാരെ ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ കുത്തിക്കയറ്റിയിരുന്നു എന്ന ആക്ഷേപം തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഉയർന്നിരുന്നു. അതിനെ സാധൂകരിക്കുന്ന തെളിവുകളാണ് പുറത്തുവരുന്നത്. കൈരളി ന്യൂസ്, തൃശൂർ.